ഷീജ ഷീജ മെൻ്റൽ ഹോസ്പിറ്റലിലെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഒരിടത്ത് മാറിയിരിക്കുമായിരുന്നില്ലയോ. അപ്പോൾ വീണ്ടും വന്നേക്കുക. ഷീജയ്ക്ക് തെറി ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനില്ലയോ. തെറി കേൾക്കാനും ഇഷ്ടമാണ്, തെറി എഴുതി വയ്ക്കാനും ഇഷ്ടമാണ് അല്ലേ. എന്നിട്ട് ഷീജ എന്താ പറയുന്നത്? അവരൊക്കെ നന്നായിട്ട് ജീവിക്കും, ഞാനിങ്ങനെ നാകെ ഇങ്ങനെ ഇച്ഛ റ ഉപ്പ ഇത് ഛ എന്ന വരച്ച് ജീവിക്കുമെന്നു. എൻ്റെ പൊന്നു വിവരദോഷി, ഞാൻ പറയുന്ന മറ്റൊരു ഭാഷ നീയൊക്കെ എഴുതി അവിടെ ഇരുന്ന്. നിനക്കൊക്കെ മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ല. അവന് കൊടുത്തൊരു മറുപടിയുടെ കീഴിലാണ് നീ വന്ന് എഴുതിയിട്ടത്. അത്രയും പറഞ്ഞാൽ അത്രയും എന്നെ തെറി എഴുതി വെച്ച അവന് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് നീ എന്തർത്ഥത്തിലാണ് പറയുന്നത് അവൻ നന്നായിട്ട് ജീവിക്കുമെന്ന്? അവൻ നന്നായിട്ട് ജീവിക്കത്തില്ല. കാരണം അവൻ ഫസ്റ്റ് കുടുംബമെന്ന് പറഞ്ഞിട്ട് അവൻ കുടുംബത്തെ കാര്യമല്ല നോക്കുന്നത്. നന്നായിട്ട് ജീവിക്കുന്ന ഒരാൾ, മനസ്സമാധാനത്തോട് ജീവിക്കുന്ന ഒരാൾ അവരുടെ കുടുംബവും നോക്കി അവരുടെ ഫാമിലിയെ നോക്കി, ഭാര്യ കുട്ടികൾ അവരെ നോക്കി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കും. അപ്പോൾ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ തോളെ വന്ന് കയറുവാണെങ്കിൽ ഞാനിതുപോലെ ദേഹം മരിക്കുന്നിടം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നെ ആര് നശിപ്പിക്കാൻ ഇറങ്ങുന്നുവോ അവരും നശിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നീ ഇപ്പോൾ എന്നെ നശിപ്പിക്കാൻ ഇറങ്ങിയേക്കുക. നിനക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ല. നീ ഡെയിലി വന്ന് അവിടെ എഴുതി വയ്ക്കും. ഞാനതെടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടും, മെൻ്റൽ ഹോസ്പിറ്റൽ. അപ്പം നിനക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ല. നീ നെഗറ്റീവ് എഴുതാനായിട്ട് വീണ്ടും അവിടേക്ക് വരും. ഇപ്പോൾ അവനോ നീയോ വേറെ ഒരെണ്ണം സെക്സ് ചാനലിൽ കിടന്ന് എഴുതി പിടിപ്പിക്കുന്നുണ്ട്. അത് പറയുന്നത് അത് ജീവിത അവസാനം വരെ എൻ്റെ പിന്നാലെ വന്ന് എഴുതി പിടിപ്പിച്ച് മരിക്കുമെന്ന് പറയുന്നത്. അത് വാശിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ നീയെ അവനെ ആ സെക്സ് ചാനൽ വന്ന് എഴുതി പിടിപ്പിക്കുന്ന ആളെ അങ്ങനെ ലോകത്തുള്ള എല്ലാവരും എൻ്റെ പിന്നാലെ ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോഴേ ആർക്കാണ് അവിടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്? തെറി എഴുതി വയ്ക്കുമ്പോൾ ആർക്കാ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്? എനിക്കാണോ? അല്ല. നിനക്കും അവർക്കും സെക്സ് ചാനൽ എഴുതി വയ്ക്കുന്നവർക്കും അവർക്കൊക്കെയാണ് മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. നീ നന്നായിട്ടൊന്ന് ചിന്തിക്ക് ഷീജ, കേട്ടോ. നിൻ്റെ സമാധാനം പോയില്ലേ? അപ്പം നിനക്കിനി എങ്ങനെയാണ് നല്ലവണ്ണം ജീവിക്കുമെന്ന് നീ പറഞ്ഞ? നീ എങ്ങനെ നല്ലോണം ജീവിക്കും? ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് നീ ഇങ്ങനെയൊന്ന് എഴുതി വയ്ക്കുമ്പോഴേ നിൻ്റെ മുഴുവൻ ശ്രദ്ധയും നെഗറ്റീവ് എഴുതാനാണ്. അപ്പോൾ നിനക്കവിടെ പോസിറ്റീവ് കിട്ടുമോ? ഇല്ല. നിൻ്റെ വീട്ടുകാർ എന്തെങ്കിലും പോസിറ്റീവ് കാര്യം പറയുമ്പോൾ നീ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കും. എന്തിനായിരിക്കും? അതായത് നീ അന്നേരം എനിക്ക് വേണ്ടി ഇങ്ങനെ തെറി എഴുതുമായിരിക്കും. അതിൻ്റെ ഇടയിലായിരിക്കും അവരും എന്നൊരു നല്ല കാര്യം പറയുന്നത്. അപ്പോൾ നീ ആ തെറി എഴുതി വയ്ക്കാൻ സമയം കണ്ടെത്തൂ, അവരുടെ കാര്യം കേൾക്കാൻ സമയം കണ്ടെത്തൂ. അപ്പോൾ നീ എന്ത് ചെയ്യും? ആദ്യം തെറി എഴുതി വയ്ക്കും. അപ്പോഴത്തേന് അവർ നല്ല രീതിയിൽ ജീവിക്കും. നിനക്കവിടെ മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ല. പോസിറ്റീവ് പറയുന്നവർ നല്ല രീതിയിൽ ജീവിക്കും. നീയോ നാഗയുടെ പിന്നാലെ തെറി എഴുതി നടക്കും. അവനോ നാഗയുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. സെക്സ് ചാനലിൽ കിടന്ന് സെക്സ് എഴുതി എന്നോട് വാശി തീർക്കാൻ വേണ്ടി സ്വന്തം ജീവിതം കളയുന്ന അവരും അങ്ങനെ എഴുതി വയ്ക്കും.
ഈ ലോകത്തുള്ള എല്ലാവരും എന്നെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് അവരുടെ ഉള്ളിൽ നിന്ന് എഴുതി വയ്ക്കുമ്പോഴേ അവരുടെ മനസ്സമാധാനമാണ് കളയുന്നത്, എൻ്റെ അല്ല. മനസ്സിലായോ? നിന്നെയൊക്കെ ഞാൻ എടുത്ത് കൂടുതൽ വട്ട് പിടിപ്പിക്കും. എന്നെ നശിപ്പിക്കാൻ വരുന്നവരെ അതിനേക്കാളും ഞാൻ നശിപ്പിക്കും. മനസ്സിലായോ? ഇപ്പോൾ ലോകത്തിന് മുന്നിൽ അറിയപ്പെടുന്ന അവളായിട്ട് ആരാണ് തീർന്നിരിക്കുന്നത്? ഞാൻ. എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായിട്ട് ആരാണ് തീർന്നിരിക്കുന്നത്? ഞാനാണ്. കഴിവുള്ളവളായിട്ട് ലോകം അംഗീകരിക്കുന്നത് ആരെയാണ്? എന്നെയാണ്. ഞാൻ ചത്തു പോയാലും എന്നെപ്പറ്റി എല്ലാവർക്കും നല്ല മതിപ്പായിരിക്കും. എന്നാൽ ഷീല ചത്തുപോയാൽ ആരെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞെങ്കിലും അറിയുമോ? ഇല്ല. മനസ്സിലായോ? അപ്പോൾ നീ തുടരുക. നിനക്ക് വേണ്ടി ഞാൻ ദാണ്ട് ഇവിടെ ഈ മെൻ്റൽ ഹോസ്പിറ്റൽ തുറന്ന് ഇട്ടേക്കുകയാണ്. മനസ്സിലായോ? ഇതിൻ്റെ അടിയിലോട്ട് വന്ന് എഴുതി വെച്ചേരെ.